പവേഴ്സ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലുള്ള, അതായത് കണ്ണൂർ പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിൽ ഇന്നലെ ഇ ഡിയുടെ ഒരു നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ എത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഇ ഡിയുടെ സാധാരണ അവരുടെ നടപടിക്രമം അനുസരിച്ച് അവരുടെ പ്രതി പട്ടികയിലുള്ള, അല്ലെങ്കിൽ അവർ ഒരു നടപടി എടുക്കുന്നതിന് മുൻപ് തന്നെ അതിലെ പ്രതിയായിട്ടുള്ള ആളുടെ ആസ്തി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടെന്ന് പറയുന്നു. അത്തരത്തിൽ ഇന്നലെ വില്ലേജ് ഓഫീസർ അവിടെ ചെന്ന് ആ പാണ്ഡ്യാലമുക്കിലെ വീടിന്റെ 4 ഭാഗവും എത്രയുണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തി ആസ്തി വിവരങ്ങളുമായിട്ട് തിരിച്ചു പോകുന്നത് ഈ കേസ്, മാസപ്പടി കേസ്, വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തി എന്നതിന്റെ സൂചനയാണോ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇ ഡി ഇത്തരത്തിൽ ചെയ്യാറുള്ളത് സ്വത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അറസ്റ്റോ വേണ്ടി വരുന്നു മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് സാധാരണ അതിന്റെ ഒരു നടപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള മൊത്തം സ്വത്തുകൾ എത്രയാണെന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യാം. സാധാരണ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവും, ഇതെല്ലാം ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിന്റെ ഭാഗത്തോട്ട് ഇ ഡി കടന്നു എന്നുള്ളൊരു സാധനമാണ്. മാത്രമല്ല ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാ മാധ്യമങ്ങളും പറയാറുള്ളത് വീണ വിജയൻ എന്നുള്ളതാണ്. ഇപ്പം ഷോൺ ജോർജ് പറഞ്ഞ പോലെ ഇത് പിണറായി വിജയനിലോട്ട് നേരിട്ട് എത്തുന്നു എന്നുള്ള സംഭവം കൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് നിലവിൽ പിണറായി വിജയൻ പാർട്ടിക്ക് ഒറ്റപ്പെടുന്നു എന്നുള്ള സംഭവമുണ്ട്. ഇപ്പം ഇതിന്റെ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ CMR കേസിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പോലീസ് വന്നപ്പം, ഇ ഡി വന്നപ്പം ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ അന്വേഷണം നേരിട്ടപ്പോൾ മകളെയാണ് അന്വേഷണത്തിന് വിധേയമായത് എന്നുണ്ടെങ്കിൽ പോലും അന്ന് പാർട്ടി അടക്കം രംഗത്ത് വന്നായിരുന്നു. ഇപ്പൊ അത് അച്ഛനിലോട്ട് നീങ്ങുമ്പോഴും പാർട്ടി യാതൊരുവിധ കാര്യങ്ങളും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അന്ന് മകൾക്കെതിരെ പ്രശ്നം വന്നപ്പോൾ പാർട്ടിയും ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ മുൻ മന്ത്രിമാരും MLA മാരും പാർട്ടി അനുയായികൾ പോലും രംഗത്തിറങ്ങിയപ്പോൾ ഇന്ന് അച്ഛനിലോട്ട് കാര്യം നീങ്ങുമ്പോൾ പാർട്ടി അനുയായികളും ആരും മിണ്ടുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ഇതിലുണ്ട്. ഇപ്പം പിണറായിക്ക് ഉള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ തന്നെ ഒരു സമാന്തര ശ്രേണി നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, നേരിടുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടെന്നോണം ഇപ്പൊ പ്രത്യേകിച്ച് പാർട്ടിക്കാരോ മറ്റാരോ ഒരു രംഗത്ത് വരുന്നില്ല എന്നൊരു സത്യാവസ്ഥ കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. മാത്രമല്ല ഇതില് ഇപ്പം ശിവശങ്കറിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ മുഖ്യ സൂത്രധാരനാണെന്ന് ഇ ഡി കണ്ടെത്തി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരും. അപ്പൊ നമുക്കറിയാം ആ വിഷയം ഉണ്ടാകുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് ഈ പറഞ്ഞ പോലെ ശിവശങ്കറൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ജയിലിൽ പോകുന്നത് പല കാര്യങ്ങളും കണ്ടതാണ്. ഇപ്പം ശിവശങ്കറിലോട്ടും കാര്യങ്ങൾ നീളുന്നു എന്നുള്ള സ്ഥാനത്തോടെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പിണറായി വിജയനോട്, ഷോൺ ജോർജിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു, നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും വീണ വിജയൻ നായികക്ക് 40 വട്ടം പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വീണ വിജയനല്ല, അത് മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് എന്നുള്ള കാര്യങ്ങളിലോട്ടാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഇപ്പൊ എനിക്കും തോന്നുന്നത്. അതായത് പിന്നെ ഇ ഡി ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് ക്രൈം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും AKG സെന്റർ ആണ്. ഇങ്ങോട്ടെങ്ങും അന്വേഷണം പോയിട്ടില്ല. പിണറായി വിജയനുമായിട്ട് യാതൊരു അന്വേഷണങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നൊരു വിഷയം തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞു, ത്യാഗിയായ വീണ വിജയനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരു പക്ഷേ ഇ ഡിയുടെ ഒരു കുതന്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി എറിഞ്ഞതായിരിക്കാം എല്ലാ തെളിവുകളോടും കൂടിയിട്ട് പിണറായി വിജയനിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത്തരത്തിൽ വില്ലേജ് ഓഫീസർ വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ ശരിക്കും ആസ്തികൾ കണ്ടുകെട്ടാനായിട്ട് ഇപ്പോൾ വീണയുടെ പേരിലാണോ ബാക്കി വിവേകിൻ്റെ പേരിലുണ്ടോ ഒന്നും നമുക്കറിയില്ല. അവരുടെ ആസ്തി വിവരങ്ങളിലേക്ക് കൂടുതൽ കണക്കുകളില്ല. പക്ഷേ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലേക്ക് കാര്യങ്ങൾ ചെന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയും നാളത്തെ പോലെയല്ല, പിണറായി വിജയനിലേക്ക് കൂടി ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കണമല്ലോ. പിന്നെ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അകത്ത് പോയിട്ട് പോലും പിണറായി വിജയൻ്റെ പേര് അധികം പുറത്തേക്ക് വരാതെ സംരക്ഷിച്ചിട്ടുമുണ്ട് അദ്ദേഹം. ഒരു നിലവിൽ ഇപ്പം നമ്മൾ പലപ്പോഴും സംസാരിച്ചതുപോലെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു ആൾക്ക് ഉള്ള കഴിവുകൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു IT കമ്പനി, ഒരു IT ഹബ്ബ് തുടങ്ങാനുള്ള രീതിയിലേക്ക് വീണ വിജയനെ എല്ലാ രീതിയിലും സഹായിച്ചിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ശിവശങ്കർ ആയിരുന്നു എന്ന് സ്വപ്ന സുരേഷിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷും ഷോൺ ജോർജിന്റെ സെയിം വാക്കുകൾ ആവർത്തിച്ച് ഒരുപാട് തവണ പറഞ്ഞു, ഹൂ ഇസ് വീണ വിജയൻ, യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. അപ്പം അത്തരത്തിൽ ഇവർ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരള സമൂഹം മൊത്തം നോക്കിയ ഒരു ഉത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇ ഡി ചെന്നെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. മാത്രമല്ല ഇത് ഈ കേസിന്റെ നമ്മൾ പറഞ്ഞ പോലെ 2019 ജനുവരിയാണ് ഈ പറഞ്ഞ പോലെ CMR ആദായ നികുതി വകുപ്പ് നടത്തിയ ക്രമക്കേടുമായിട്ട് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ കമ്പനി ഏകദേശം 132 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണക്കുകളും കാണിച്ചിരുന്നു. അപ്പം അതാണ് അന്ന് തുടക്കത്തിൽ സ്ഥാനത്തോട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ
2.78 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റി എന്നുള്ള തരത്തിലോട്ട് ഇ ഡി എത്തുന്നത്, ഇ ഡി അല്ല SFI ആണ് ആദ്യം ഈ സാധനം കണ്ടെത്തുന്നത്. പിന്നീട് ഈ സാധനം SFIയുടെ കയ്യിൽ നിന്നും ഇ ഡിയിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇ ഡി ഇതുവരെ SFI ഏകദേശം 134ഓളം രേഖകൾ SFIയുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഇ ഡിക്ക് കൊടുക്കണം എന്നുള്ള കോടതി നിർദ്ദേശം വന്നായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇ ഡി ഇതെല്ലാം രേഖകളെല്ലാം ഇ ഡിയുടെ കയ്യിലുണ്ട്. അന്ന് കൊടുത്ത രേഖകൾക്ക് പുറമെ SFIO വീണ വിജയനെ പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യലിന്റെ അതിന്റെ റിപ്പോർട്ടുകളും അന്നത്തെ കാര്യങ്ങളും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വീണ വിജയൻ കൊടുക്കുന്നുള്ളതാണ്. വീണ വിജയനെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ പോലെ പിണറായിലോട്ട് എത്തുമോ എന്നുള്ള വലിയ ചോദ്യച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇന്നലെ അതിന്റെ ഭാഗമായിട്ട് ഇ ഡി അവിടെ വരികയും 80ഓളം സെന്റ് അളന്ന് തിട്ടപ്പെടുത്തുക എല്ലാം ചെയ്തു എന്നുള്ള ഇ ഡിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലൊന്നും അല്ല, മുഖ്യമന്ത്രി അല്ല, നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലൊന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഏകദേശം എന്താ പറയാ കയറിയിട്ടില്ല എന്ന് പേര് നമുക്ക് പറയാം. പക്ഷെ ആ രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ മകളെ ചോദ്യം ചെയ്തതിൽ പാർട്ടി ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പം അച്ഛനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ഛനിലോട്ട് കാര്യം പോകുമ്പോൾ കേരളം നിന്ന് കത്തും എന്നാണ് എനിക്കും തോന്നുന്നത്. ഉറപ്പായിട്ടും. അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാ രീതികളിലേക്കും ഒരു അന്വേഷണം നോക്കുമ്പോൾ ഓരോ ലോക്കറും അടക്കം അന്വേഷണത്തിന് വിധേയമാക്കുമ്പോൾ HDFCയുടെ ബാങ്ക് ലോക്കർ തുറന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയ മൂലധനം എവിടെ നിന്നുള്ളത്. അത് നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തമാശ, അമ്മയായ ടീച്ചറായിരുന്ന കമല വിജയന്റെ പെൻഷൻ പണത്തിൽ നിന്ന് എടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരമൊരു കാര്യം പറഞ്ഞ് കേരള സമൂഹത്തെ വിഡ്ഢികളാക്കിയതുപോലെ ഇ ഡിയെ വിഡ്ഢികളാക്കാൻ പറ്റും. അപ്പോൾ ഈ പെൻഷൻ പണത്തിലേക്ക് കൂടി അന്വേഷണം പോകുമായിരിക്കില്ലേ? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടീച്ചർ, അതായത് വീണ വിജയന്റെ അമ്മയുടെ കിട്ടുന്ന പെൻഷനും അവർ സ്വരൂപിച്ച പൈസയിലോട്ടാണ് ആദ്യം ഇവർ പറഞ്ഞത്. മീൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇതൊക്കെ പാടെ കൂടി വെച്ചാലും ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ തുക എത്രത്തോളം കിട്ടും എന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വരെ പോകും എന്നുള്ളതും അതെല്ലാം പാടെ സ്വരൂപിച്ച് വെച്ചാലും അല്ലെങ്കിൽ നാളെ അന്ന് വരെ കിട്ടി ഇന്ന് വരെ വെച്ചാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത്ര വലിയൊരു കമ്പനി തുടങ്ങാനും ഇതിനൊക്കെയുള്ള ഒരു സോഴ്സ് എവിടെ കിട്ടി എന്നുള്ളത് കിടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്താ പറയാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറയണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാത്രമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം പറഞ്ഞത്. അപ്പം അതിലപ്പുറത്തോട്ട് വലിയ തരത്തിലുള്ള പൈസ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ 2.78 കോടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചെറിയൊരു സംഖ്യ മാത്രം. ഇപ്പൊ വീണ വിജയനെ സംബന്ധിച്ചുള്ള ഇതൊരു തുച്ഛമായ തുക മാത്രമാണ്. അപ്പൊ ചെറിയ ഇതിലപ്പുറം വലിയ തുകയാണ്. തുക എന്തായാലും ഉണ്ടാവുന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിന് നമ്മുടെ കണക്ക് കൂട്ടലിന് അപ്പുറത്തോട്ടുള്ള വലിയൊരു തുക തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളത് കൃത്യമാണ്.